ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണം 9ാം മാസത്തിലേക്ക് കടക്കവേ ഒരിടവേളയ്ക്ക് ശേഷം മേഖലയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ സജീവമാകുന്നു. നേരത്തെ നടന്ന ചർച്ചകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിലാണ് പുതിയ നീക്കവും നടക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ഹമാസ് വെടിനിർത്തൽ സംബന്ധിച്ച് സംഘടനയുടെ കാഴ്ചപ്പാടുകൾ മധ്യസ്ഥർക്ക് മുൻപാകെ അവതരിപ്പിച്ചു. ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന കൂട്ടക്കൊല എത്രയും വേഗം അവസാനിപ്പിക്കാൻ ആവശ്യമായ ചില ആശയങ്ങൾ മധ്യസ്ഥർക്ക് മുമ്പിൽ വെച്ചതായി ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മധ്യസ്ഥർ മുഖേന ഹമാസിന്റെ നിലപാട് അറിഞ്ഞതായി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. ഹമാസിന്റെ പ്രതികരണം ഇസ്രായേൽ പഠിച്ചു വരികയാണ്. ഇതുവരെ ഹമാസ് മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും നല്ല വെടിനിർത്തൽ ഫോർമുലയാണിതെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി മധ്യസ്ഥർ മുഖേനയുള്ള നയതന്ത്ര ചർച്ചകൾക്ക് നേരത്തെ ഹമാസിന് മേൽ US സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഹമാസിന്റെ നിലപാട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയും ചർച്ച ചെയ്യും. ഇക്കാര്യം നെതന്യാഹു സ്ഥിരീകരിച്ചുവെന്നും മന്ത്രിസഭാംഗങ്ങളുമായി നിലവിലെ സംഭവവികാസങ്ങൾ അദ്ദേഹം പങ്കുവെക്കുമെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലും ബന്ദിമോചനവുമാണ് കരട് വെടിനിർത്തൽ ഉടമ്പടിയുടെ കാതൽ. ഇതോടൊപ്പം ഒക്ടോബർ 7-ന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി പിടിച്ചുകൊണ്ടുപോയതുൾപ്പെടെയുള്ള ഏതാനും ഫലസ്തീനികളുടെ മോചനവും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. 3 ഘട്ടങ്ങളിലുള്ളതാണ് വെടിനിർത്തൽ നടപടിയെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ആക്രമണത്തിന് വിരാമമിടും. തുടർന്ന് ബന്ദി തടവുകാരുടെ മോചനം. ഇതിനുശേഷം പുനർനിർമ്മാണവും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.